പാവോട്ടോ എൻ്റെ സ്വീറ്റിക്ക് ഒട്ടും വയ്യ, എന്തോ പറ്റി പെട്ടെന്ന് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണേ. ചേട്ടൻ കൂടെ ഓടുവാണ്. അമ്മയ്ക്ക് സ്വീറ്റി പ്രത്യേക ഇഷ്ടമാണ്. സ്വീറ്റി, മിക്കി, ഇങ്ങനെ 3-4 പേരുണ്ട്. അവരൊക്കെ തുറന്നു വിട്ടാൽ ഒരറ്റത്ത് പോയി മിണ്ടോണ്ട് കിടക്കും, ചാടത്തില്ല, ഓടത്തില്ല. അങ്ങനെയുള്ളവർ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവളോടൊരു പ്രത്യേക ഇഷ്ടം കേട്ടോ. ചീറ്റിയായി പണിയുണ്ടാക്കി തന്നാ ചീറ്റി നല്ല പണിയാണ്. ചീറ്റി ഞങ്ങളുടെ വീട്ടിൽ ഇവൾക്ക് തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ വല്ലാണ്ട് വിഷമമായി കേട്ടോ. ഇവൾക്ക് എന്നാലും ആർക്ക് വന്നാലും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാകും, അത് വേറൊരു സത്യം. പക്ഷേ ഇവളെന്ന് പറയുന്നത് ആർക്കും ഒരു ഗുണവും ദോഷമൊന്നും ചെയ്യാത്ത ഒരു പാവം ടൈപ്പാണ്. പക്ഷേ അവൾക്ക് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ വിഷമം വന്നേ. അവളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവളൊരു എല്ല് വിഴുങ്ങി, പോർക്കിൻ്റെ എല്ലാണ്. അത് അവളുടെ ലെൻസിൻ്റെയും ഹാർട്ടിൻ്റെയും സെൻറ്ററിലായിട്ട് അതങ്ങനെ കുരുങ്ങിയിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യണം. പക്ഷേ സർജറി ചെയ്യാനും പോസിബിൾ അല്ല, ബിക്കോസ് ഹേർട്ട് ഓപ്പൺ ചെയ്യണം. അത് വെൻറ്റിലേറ്റർ സൗകര്യത്തോടെ പറ്റുള്ളൂ. അത് നമ്മുടെ ട്രിവാൻഡ്രത്ത് പറ്റില്ല, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കൊച്ചിയിലോ മറ്റോ ആണ് അതിൻ്റെ പോസിബിലിറ്റി ഉള്ളൂ എന്ന് പറയുന്നു. പിന്നെയുള്ള ഏക ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുടപ്പനക്കുന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സർജറിയാണ്. സർജറി ചെയ്യാതെ അത് ചെയ്യാനായിട്ട് തൽക്കാലം 7 ദിവസത്തേക്ക് ഡോക്ടർ അവളുടെ മസിൽസ് ലൂസാവാനുള്ള ഒരു ഗുളിക തന്നു. അത് കഴിച്ച് അവളുടെ ശരീരം ലൂസ് ആവുകയാണെങ്കിൽ ആ എല്ല് വൊമിറ്റ് ചെയ്ത് പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊരു പോസിബിലിറ്റി പറഞ്ഞു. അത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സർജറി ചെയ്യണം. സർജറി ചെയ്യാൻ ഹാർട്ട് ഓപ്പൺ ചെയ്യണം. അത് റിസ്ക്കാണ്.